വെഞ്ഞാറമൂട് SHO ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെത്തി ചികിത്സയിലുള്ള ഷെമിയുടെ മെഡിക്കൽ രേഖകൾ പരിശോധിക്കും. ആരോഗ്യനില തൃപ്തികരമെങ്കിൽ നാളെ തന്നെ മൊഴിയെടുക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും ആശുപത്രിയിൽ നിന്ന്. ഉമേഷ്, നേരത്തെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് അറിയിച്ചിരുന്നു ആരോഗ്യനില എന്തെങ്കിലും ഒരു ഡോക്ടർ പോലീസുമായി സംസാരിക്കാൻ തക്ക നിലയിൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പോലീസ് ആവശ്യപ്പെടുമ്പോൾ ആ സമയത്ത് അതിനുള്ള സാഹചര്യം ഒരുക്കും എന്നതടക്കം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ പോലീസിന് വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു മൊഴിയെടുക്കലിന് പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് നാളെ തന്നെ ഉണ്ടാകുമായിരിക്കാം, അല്ലേ? തീർച്ചയായും ഇന്നലെ വൈകിട്ട് തന്നെ ഷെമി സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഈ സാഹചര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ വൈകിട്ട് പോലീസ് എത്തുന്ന സമയത്ത് ഷെമി വീണ്ടും മയക്കത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് ഇന്നലെ മൊഴിയെടുക്കാൻ കഴിയാത്തത്. ഇന്നിപ്പോൾ പോലീസിനെ ഡോക്ടർമാർ അറിയിച്ചത് പ്രകാരം വെഞ്ഞാറമൂട് SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തി മെഡിക്കൽ രേഖകൾ പരിശോധിക്കും. പരിശോധിച്ച ശേഷം നാളെ മൊഴിയെടുക്കാനാണ് ആലോചന. നാളെ ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിൽ മൊഴിയെടുക്കും, മൊഴി രേഖപ്പെടുത്തും. ഏറ്റവും സുപ്രധാനമായ മൊഴി ഷെമിയുടെ തന്നെയാണ്. കാരണം ഷെമിയാണ് ആദ്യം ആക്രമിക്കപ്പെട്ടത്. ഈ ആക്രമണ പരമ്പരയിൽ ഏറ്റവും ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാൾ ഷെമി മാത്രമാണ്. ഷെമിയെ ഇപ്പോൾ പ്രതി നൽകിയ മൊഴി പ്രകാരമാണെങ്കിൽ കുടുംബസമേതം തങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഒരുപക്ഷെ ആരെങ്കിലും മരിക്കാതിരുന്നാൽ എന്ന രീതിയിൽ താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു എന്നായിരുന്നു പ്രധാന മൊഴി. കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതി പറയുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഷെമിയുടെ മൊഴികൾ പുറത്തു വരേണ്ടതുണ്ട്. വിജയകുമാർ. യെസ്, ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഷെമിയുടെ മൊഴി. അത് പോലീസ് രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. അതിന് തക്ക നിലയിലേക്ക് അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.